എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. പുണ്യം നിറഞ്ഞ ഈ ശിവരാത്രി ആഗതമാകുന്ന ഈ വേളയിൽ ശിവനെ ആരാധിക്കുന്നതിന് മുമ്പ് ശിവഭഗവാനെ പറ്റി അറിയേണ്ടതുണ്ട്. അറിയാവുന്ന ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. പ്രപഞ്ചത്തിൽ ഈശ്വരൻ എന്ന വിശേഷണം ശിവനുള്ളതാണ്. ഭഗവാൻ എന്ന ഏത് ദേവനെയും സംബോധന ചെയ്യാം. ശ്രീത്വം, ഐശ്വര്യം, ജ്ഞാനം, വീര്യം, യശസ്, വൈരാഗ്യം എന്നീ 6 ഗുണങ്ങളെയാണ് ഭഗം എന്ന് പറയുന്നത്. ഇവയുള്ള ദേവനെ ഭഗവാൻ എന്ന് പറയാം. ഈശ്വരൻ എന്നാൽ രം എന്ന അഗ്നിബീജം ചേർന്നവൻ. ശരീരത്തിൽ അഗ്നിയുള്ളത് ശിവന് മാത്രം. ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ലീലാവിലാസങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവാത്തതാണ്. പ്രപഞ്ച സൃഷ്ടാവായ ഭഗവാൻ പ്രപഞ്ചത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് പലതവണ പല സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. അതിനുവേണ്ടി അദ്ദേഹം നിരവധി രൂപങ്ങൾ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റേത് അവതാരങ്ങളല്ല, ഭാവങ്ങൾ ആണ് എന്ന് മനസ്സിലാക്കണം. തന്ത്രേശ്വരനായും രസേശ്വരനായും മൃത്യുഞ്ജയനായും അഘോരനായും എല്ലാം ഭഗവാൻ രൂപമെടുത്തു. മാർക്കണ്ഡേയൻ്റെ കഥ നമുക്ക് അറിവുള്ളതാണല്ലോ. മൃത്യുവിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ച് അമരത്വം നൽകുന്നത് ശിവൻ ആണ് എന്നുള്ളതിനാൽ ശിവനെ കാലാന്തകൻ എന്നും അറിയപ്പെടുന്നു. തൻ്റെ ഭക്തരെ എങ്ങനെയും സംരക്ഷിക്കുന്ന മഹാദേവൻ്റെ കഥകൾ ധാരാളമുണ്ട്. ഭക്തനു വേണ്ടി കാലനെ പോലും ഭസ്മമാക്കിയ ദേവൻ അത്രേ ശ്രീ പരമേശ്വരൻ. സംഹാരമൂർത്തി തന്നെ സംരക്ഷകനാകുമ്പോൾ ഭക്തർക്ക് മറ്റാരെയും ഭയക്കേണ്ടതില്ല എന്ന് വരുന്നു. ശിവഭക്തർ ജീവിത സൗഖ്യത്തിനും മോക്ഷപ്രാപ്തിക്കുമൊക്കെ വ്രതങ്ങൾ സ്വീകരിക്കണമെന്ന് ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. ശിവപൂജ, ശിവമന്ത്രജപം, ശിവക്ഷേത്ര ഉപവാസം, കാശിയിൽ മരണം എന്നിവയാണ് 4 വ്രതങ്ങൾ. ഇതിലേറ്റവും ശ്രേഷ്ഠം ശിവരാത്രി നാളിൽ ശിവക്ഷേത്രത്തിലിരുന്ന് ഉപാസിക്കുന്നതാണ്. ഞായറാഴ്ചയും പ്രദോഷവും തിരുവാതിരയും മൂലം നക്ഷത്രവും എല്ലാം ഉപവാസത്തിന് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ശിവരാത്രി നാളിൽ നടത്തുന്ന ശിവപൂജയാണ് ഏറ്റവും വലിയ ശിവോപാസന ആയിട്ടുള്ളത്. അന്ന് പഞ്ചാക്ഷരി 108 തവണ ജപിച്ചാൽ ഒരു വർഷം മുഴുവൻ പഞ്ചാക്ഷരി ജപിച്ച ഫലം ലഭിക്കുമത്രേ. പഞ്ചാക്ഷരി സർവ്വസിദ്ധിദായകമായ മന്ത്രമാണ്. പഞ്ചാക്ഷരി കൂടാതെ അനേകം ശിവമന്ത്രങ്ങളുമുണ്ട്. ഇങ്ങനെ സംരക്ഷകമൂർത്തിയായ ശ്രീ പരമേശ്വരനെ മനുഷ്യജീവിതത്തിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന ധ്യാനങ്ങളും മന്ത്രങ്ങളും ആചാര്യന്മാർ ഉപദേശിച്ചിട്ടുമുണ്ട്. പ്രധാനപ്പെട്ട ചില മന്ത്രങ്ങളും മനുഷ്യൻ്റെ ദുഃഖനിവാരണത്തിനൊക്കെയുള്ള മന്ത്രങ്ങളും അതുപോലെ ശത്രുത ഒക്കെ ശമിപ്പിക്കാനും ഇഷ്ടമുള്ള ജോലി ലഭിക്കാനും അങ്ങനെ പല പല മനുഷ്യ ജീവിതത്തിൽ സാധാരണമായി നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ശിവഭഗവാന്റെ മന്ത്രം ജപിക്കുന്നതിലൂടെ വിചാരിച്ച ഫലം കിട്ടുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നല്ല സന്തോഷകരമായ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യം കുടുംബാംഗങ്ങളുടെ സൗഖ്യമാണ്. രോഗം, ഗൃഹത്തിലുള്ള മറ്റ് അസ്വസ്ഥതകൾ, ധനമില്ലായ്മ എന്നിവയൊക്കെ പരിഹരിക്കാൻ ശിവരാത്രി നാളിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ചില മന്ത്രങ്ങൾ ജപിക്കുന്നത് ഫലപ്രദമാവും. അതായത് സർവ്വലോകൈക ശരണം മൃത്യുരോഗാദിനാശകം അഭയപ്രദം ഈശാനാം ദേവ മൃത്യുജ്ഞയം ഭജേ എന്ന് സാംബ സദാശിവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം സാംബ സദാശിവായ നമ എന്ന മന്ത്രവും ചൊല്ലിയാൽ കുടുംബ സൗഭാഗ്യത്തിന് ഏറ്റവും അനുയോജ്യമാണ്. എന്തെന്നാൽ അംബാസമേതനായ ശിവനാണ് സാംബശിവൻ. 5 മൂർത്തി. അതുകൊണ്ട് തന്നെ ഈ സാംബശിവ മന്ത്രം ചൊല്ലുന്നത് അവരുടെ കുടുംബ സൗഭാഗ്യത്തിന് എന്തുകൊണ്ടും നന്നായിരിക്കും. ഭൂമി ലാഭത്തിന് ഓം നമ പരമകല്യാണ നമസ്തേ വിശ്വഭാവന നമസ്തേ പാർവതീനായക ഉമാകാന്തോ നമസ്തുതേ എന്ന ധ്യാനമാണ് ഭൂമി ലാഭത്തിന് ഉതകുന്നത്. കുടുംബത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഐശ്വര്യങ്ങൾക്കും അപ്രതീക്ഷിത ഉയർച്ചയ്ക്കും ധനവരവ്, ഭൂമിലാഭം, കൃഷിവർധന, ജോലി സ്ഥിരത എന്നിവയ്ക്കൊക്കെ ഈ ധ്യാനവും ജപിക്കാവുന്നതാണ്. പിന്നെ ദുഃഖനിവാരണത്തിനാകട്ടെ സദ്യോജാതായ ദേവായ നമസ്തേ ശൂലധാരിണേ കാലാന്തായ ച കാന്തായ ചൈതന്യായ നമോ നമ എന്ന ഒരു ധ്യാനമാണ് പറയുന്നത്. പിന്നെ ഇഷ്ടമുള്ള ജോലിയൊക്കെ ലഭിക്കുവാനാണെങ്കിൽ ഓം ഈശാന സർവവിധാനാം ഈശ്വര സർവഭൂതാനാം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മം ശിവോമേ അസ്തു സദാശിവവും എന്നത് പഞ്ചാക്ഷരിയോടൊപ്പം ധ്യാനിക്കാവുന്നതാണ്. ദാമ്പത്യ കലഹം അകറ്റുവാനുമൊക്കെ ഉണ്ട്. അത് ശരണദം സുഗതം ശരണാന്യുതം ശിവം ശിവേതി ശിവേതി നതാം നിർത്താം അഭേദം കരുണവരുണാലയം ഭജതരേ മനുജാ ഗിരിജാപതിയും എന്ന ധ്യാനമാണ് പഞ്ചാക്ഷരിയോടൊപ്പം ജപിക്കേണ്ടത്.
ശാരീരിക പീഡകൾക്ക് പരിഹാരം എന്ന വണ്ണം ശിവൻ ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്ന മന്ത്രവുമുണ്ട്. അത് ശാരീരിക ക്ലേശങ്ങൾ മിക്കവർക്കും ഒരു ശാപമാണ്. അതൊന്നും പക്ഷേ മാരക രോഗങ്ങളായിരിക്കുകയുമില്ല. പക്ഷേ പല പ്രവൃത്തികളെയും അത് തടസ്സപ്പെടുത്തും. അങ്ങനെയുള്ളപ്പോഴാണ് ഇങ്ങനെ ശിവരാത്രി നാളിൽ 51 തവണ ഈ മന്ത്രം ജപിക്കേണ്ടത്. തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ ക്ലേശങ്ങൾക്ക് നിത്യപരിഹാരവുമാണ്. ധ്യാനം എന്നത് സർവായ സർവപൂജ്യായ ധ്യാനസ്ഥായ ഗുണാത്മനെ പാർവതി പ്രാണനാഥായ നമസ്തേ പരമാത്മനെ എന്നതാണ് മന്ത്രം. ഓം പശുപതിയെ നമ എന്ന മന്ത്രമാണ്. ജോലിയോ കച്ചവടമോ അങ്ങനെ എന്ത് പ്രവൃത്തി ചെയ്താലും മാന്ദ്യം നേരിടുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ദോഷം കൊണ്ട് ആയിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കണം. ഇങ്ങനെ ഈ വ്യാപാര മാന്ദ്യ പരിഹാരത്തിന് ശിവഭഗവാനെ ധ്യാനിക്കുന്നതിലൂടെ ഒരു പരിഹാരമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിതൃശാപം പോലും ഇതുമൂലം മാറുന്നതാണ് എന്നറിയണം. അതിൻ്റെ ധ്യാനം എന്നത് ഗൗരിപ്രിയായ രജനീകലാധരായ കാലാന്തകായ ഭുജഗാധിപകങ്കണായ ഗംഗാധരായ ഗജരാജ വിമർദ്ദനായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃശിവായ പഞ്ചാക്ഷരിയോടൊപ്പം ഈ ധ്യാനവും ധ്യാനിക്കാവുന്നതാണ്. ഇനി രോഗം മാറാൻ ഫലപ്രദമായ ഒരു ധ്യാനമുണ്ട്. ഒരിക്കൽ പിടിപെട്ടാൽ ആയുഷ്കാലം മുഴുവൻ വിട്ടുമാറാത്ത തരം രോഗമുള്ളവരുണ്ട്. ജീവിതം മുഴുവൻ ക്ലേശിച്ച് കഴിയുകയും ഒപ്പം മരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ രോഗികൾ ശിവരാത്രി നാളിൽ 51 പ്രാവശ്യം ഈ ഒരു ധ്യാനത്തോടു കൂടി പഞ്ചാക്ഷരി ജപിക്കണം. ശിവഭഗവാനെ വൈദ്യനാഥനായാണല്ലോ സങ്കല്പിച്ചിരിക്കുന്നത്. ഈ ധ്യാനം എന്നത് സർവ്വലോകൈക ശരണം മൃത്യുരോഗാദിനാശകം അഭയപ്രദം ഈശാനാം ദേവം മൃത്യുഞ്ജയം ഭജേ എന്നതാണ്. ഇതും പഞ്ചാക്ഷരിയോടൊപ്പം ചൊല്ലി ശിവരാത്രി നാളിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതിനെല്ലാം വിവിധ തരം മന്ത്രങ്ങൾ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മന്ത്രം നമഃശിവായയാണ് എല്ലാവർക്കും ജപിക്കുവാൻ സാധിക്കുന്നത്. മറ്റ് മന്ത്രങ്ങളൊക്കെ ആചാര്യന്മാരുടെ ഉപദേശപ്രകാരമാണ് ജപിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ അത് ഞാൻ പറയാത്തത്. അതൊക്കെ ഗുരു ഉപദേശത്തോടു കൂടി വേണം മന്ത്രം ജപിക്കുവാൻ എന്നുള്ളതാണ് പ്രധാനം. അതേസമയം ഓം നമഃശിവായ എന്നുള്ളത് എല്ലാവർക്കും ജപിക്കാവുന്ന മന്ത്രമാണ്. ഇങ്ങനെയുള്ള ധ്യാനങ്ങൾ നമുക്ക് ഏവർക്കും ധ്യാനിക്കാവുന്നതാണ്. ഇങ്ങനെ മനുഷ്യൻ്റെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വിവിധ തരം ധ്യാനങ്ങളും മന്ത്രങ്ങളുമാണ് ഉള്ളത്. പഞ്ചാക്ഷരി മന്ത്രം തന്നെ ഭഗവാനെ ജപിക്കുവാൻ ഏറ്റവും വിശേഷമാണ്. ശിവരാത്രി ദിവസം 108 ആവർത്തി നമഃശിവായ മന്ത്രം ജപിക്കുന്നത് തന്നെ ഭഗവാന്റെ പ്രീതിക്ക് പ്രാപ്തമാക്കും എന്നറിയണം. ഇനിയും മനുഷ്യൻ ജീവിതത്തിലെ ധാരാളം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഉള്ള മന്ത്രങ്ങൾ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടവ ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരമായിട്ടുള്ളതുണ്ട്. അത് ഇനിയൊരു വീഡിയോയിൽ പ്രതിപാദിക്കാമെന്ന് വിചാരിക്കുന്നു. അതിന് താല്പര്യമുള്ളവർ കമൻ്റ് ഇടുമല്ലോ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ശിവരാത്രി വേളയിൽ ശിവഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. നന്ദി, നമസ്കാരം.